ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹി എയിംസിൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ AKG ഭവനിൽ ഭൗതിക ശരീരം മറ്റന്നാൾ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഭൗതിക ശരീരം മെഡിക്കൽ പഠനത്തിനായി എയിംസിന് കൈമാറും. സജീവവും സവിശേഷവുമായ ഇടപെടലുകളിലൂടെ ഏറെക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു സീതാറാം യെച്ചൂരി. 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. നിരവധി ജനകീയ വിഷയങ്ങൾ ശ്രദ്ധേയമാംവിധം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. വിദ്യാർത്ഥി നേതാവെന്ന നിലയിലും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സീതാറാം യെച്ചൂരി വേറിട്ട ശബ്ദമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. പാർലമെന്റേറിയൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു യെച്ചൂരിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. യെച്ചൂരിയുടെ വിയോഗം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കളും അനുശോചനം അറിയിച്ചു. വ്യോമയാന മേഖലയുടെ മികച്ച ഭാവി രൂപീകരിക്കുക എന്നത് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിവിൽ വ്യോമയാനം സംബന്ധിച്ച രണ്ടാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യോമയാന രംഗത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിനുള്ള മാർഗരേഖയായ ഡൽഹി പ്രഖ്യാപനം മേഖലയിൽ സുസ്ഥിര വളർച്ച ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ക്ഷീരമേഖല, മൃഗസംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഒഡീഷയിലെ ഭുവനേശ്വരിൽ നടക്കുന്ന മൺസൂൺ യോഗത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ നേതൃത്വം നൽകും. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി ഏകീകൃത ചട്ടക്കൂട് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ മന്ത്രാലയം അറിയിച്ചു. രാജ്യാതിർത്തിയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ചൈനയുമായുള്ള തർക്കങ്ങൾ 75% പരിഹരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജനീവയിലെ ഗ്ലോബൽ സെന്റർ ഫോർ സെക്യൂരിറ്റി പോളിസിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തിയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചാൽ വിശാല നയതന്ത്ര ഇടപെടലുകൾക്ക് ഇന്ത്യ തയ്യാറാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെത്തിയ വിദേശകാര്യമന്ത്രി സൗദി അറേബ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു. 15ാം ധനകാര്യ കമ്മീഷന് നൽകിയ നിവേദനത്തിൽ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 50% ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായി ചേർന്ന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KN ബാലഗോപാലിനൊപ്പം തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കോൺക്ലേവിൽ പങ്കെടുത്തു. ഒമാനിലെ സലാലയിൽ നടക്കുന്ന ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക അഭ്യാസമായ അൽ നജയുടെ 5ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ കരസേനാ സംഘം ഇന്ന് പുറപ്പെട്ടു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിന്റെയും സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. മരുഭൂമിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും സൈനികാഭ്യാസത്തിന്റെ ഭാഗമാണ്. ലാൻഡ് ട്രിബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ കേസുകളിലും ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്ന 2026 മാർച്ചോടുകൂടി തീർപ്പുണ്ടാകുമെന്ന് മന്ത്രി K. രാജൻ. വൈക്കം ചെമ്മനത്തുകരയിൽ പട്ടയ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ ശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയ വിതരണം നടത്തിയത് ഈ സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ആദ്യമായി KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പള വിതരണം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി നൽകാൻ തീരുമാനമായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.